കഥ എന്താണെന്ന് അവർ തന്നെ അറിയില്ലെന്ന് തോന്നുന്നു. കണ്ട് ഇരിക്കാനേ പറ്റില്ല. അയ്യോ വളരെ ബോറായിപ്പോയി. ഞാൻ 150 രൂപ കൊടുത്തു പോയില്ലെന്നുള്ളതല്ല, മനുഷ്യനെ അതിനകത്ത് ഇരുന്ന് തീ തീറ്റിച്ചു. അങ്ങനെ മെസ്സേജ് ആയിട്ടൊന്നുമില്ല, അല്ലാതെ കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാന്നുള്ളൂ. പെരുമ്പാവൂരൊക്കെ നടക്കാൻ സാധ്യതയുള്ളവർ വെറുപ്പിക്കൽ ഉണ്ട് ഇടയ്ക്ക്, എന്നാലും കുഴപ്പമില്ല, എത്രയ്ക്കൊന്നുമില്ല. കഥ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. വളരെ സൂപ്പർ, നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് ഓരോ ഷോട്ടിലും ഓരോ സീനിലും വളരെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. അങ്ങനെ മെസ്സേജ് ആയിട്ടൊന്നുമില്ല, അല്ലാതെ കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാന്നുള്ളൂ. മെഴുകാറ്റ് എന്ന് വെച്ചാൽ കുറച്ചൊരു 4-5 ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു കഥയാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്, നല്ല വർക്കാണ്. ഇടിമഴക്കാറ്റ് നമ്മൾ സാധാരണ കാണും പോലുള്ള ഒരു സിനിമയല്ല. വളരെ ചിന്തിച്ച് വളരെ ശ്രദ്ധിച്ച് നന്നായി കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഫിലിമാണ് ഇടിമഴക്കാറ്റ്. വളരെ സൂപ്പർ, നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് ഓരോ ഷോട്ടിലും ഓരോ സീനിലും വളരെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. വളരെ സൂപ്പർ, നന്നായിരിക്കണം. കണ്ടിരിക്കാൻ നന്നായിട്ട് കണ്ടിരിക്കാനും നമുക്ക് വീണ്ടും വീണ്ടും കാണാനുള്ള ഒരു ആസ്വാദ്യം വരുന്നുണ്ട് അതിൽ, ഉറപ്പാണ്. നല്ല പടമാണ്. കൊള്ളാം. കഥ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. നടക്കണ സംഭവമാണ്. എന്നിരുന്നാലും കണ്ട സമയം പോകും. ഇത്ര അഭിനയം എല്ലാവരും നല്ല അഭിനയിച്ചു. ചെമ്പൻ വിനോദ് കൊള്ളാം, കുഴപ്പമില്ല, കൊള്ളാം. നല്ല പടം. നല്ലൊരു കഥയാണ്. അഭിനയമൊക്കെ നന്നായിരുന്നു. ഇന്ന് ബംഗാളികൾ നമ്മുടെ കേരളം മുഴുവനും നിറഞ്ഞപ്പോൾ പെരുമ്പാവൂരൊക്കെ നടക്കാൻ സാധ്യതയുള്ളവർ കഥ പോലെ തന്നെ. ഞാൻ എറണാകുളത്തുകാരനാണ്, അതുകൊണ്ട് തന്നെ പെരുമ്പാവൂരൊക്കെ നിറച്ച് ബംഗാളികളാണ്. അപ്പോൾ പല വിഷയങ്ങൾ ബംഗാളികളുമായിട്ട് നടക്കുന്നവർ അതുപോലെ തന്നെ ഒരു കഥയാണ്. ഇന്ന് ഇതുപോലുള്ള കഥകളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അത്ര ചെമ്പവിന് നല്ല അഭിനയമല്ലേ, അറിയപ്പെടുന്ന നടനല്ലേ. കുഴപ്പമില്ല, എന്തായാലും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. ലാഗുണ്ട് കുറച്ച്, പിന്നെ കാണാം. ജസ്റ്റ് ഒരു സ്റ്റോറി ലൈൻ കൊള്ളാമെന്നൊരു കഥയാണ്. വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ വന്നിട്ട് കാണാൻ പറ്റിയൊരു പടം. ശരി, അതൊരു പെട്ടിയുടെ കഥയാണ്. ഒരു പെട്ടി മോഷണം എങ്ങോട്ട് പോകുന്ന കഥയാണ്. പക്ഷേ ത്രില്ലറൊന്നും പറയാൻ പറ്റത്തില്ല, ജസ്റ്റ് കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. നൈസായിട്ടുണ്ട്. വലിയ എക്സ്പെക്ടേഷൻ ഇല്ലാതെ കാണാൻ പറ്റിയ നല്ലൊരു പടം. കൊള്ളായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. മെസ്സേജ് ഒന്നുമില്ല, ജസ്റ്റ് കണ്ടിരിക്കും. ജസ്റ്റ് ഒരു സിമ്പിൾ സ്റ്റോറി ലൈൻ വരുന്ന ഒരു പടമാണ്. ലാഗ് ഇടയ്ക്കുണ്ട്, എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാം. വെറുപ്പിക്കൽ ഉണ്ട് ഇടയ്ക്ക്, എന്നാലും കുഴപ്പമില്ല, എത്രയ്ക്കൊന്നുമില്ല. വളരെ ബോർ. ഇതൊരു പടമായിട്ട് പറയാൻ പറ്റില്ല. കുറേ എടുത്ത് വച്ചിരിക്കുക, മനുഷ്യനെ അതിനകത്ത് ഇരുന്ന് തീ തീറ്റിച്ചു. പന്നപ്പടമൊന്നും കഥയില്ല, ഒരു കഥയില്ല. നമ്മൾ മലയാള പടമെന്ന് പറയാനും പറ്റില്ല. അഭിനയം ആരുടെ അഭിനയവും കറക്റ്റല്ല. ഒരാളിന് പോലും ക്യാരക്ടർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഒരു ഡയറക്ടർ പോലും കറക്റ്റല്ല. പ്രതീക്ഷയോടെയാണ് വന്നത്, എന്തെങ്കിലും കോമഡി കാണുമല്ലോ എന്ന് ചോദിച്ചു. നോക്കിയപ്പോൾ ഒന്നുമില്ല, കോമഡി ഇല്ല. പിന്നെ മറ്റേന്തോ സെന്തില്ല, അവൻ്റെ കുറച്ച് സംഭവങ്ങളേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഒന്നുമില്ല, ഒന്നും കണ്ട് ഇരിക്കാനേ പറ്റില്ല. വേറും പോറും കോമഡിയാണ്. നമ്മളൊരു കോമഡി പടം കണ്ടാണ്. കഥ എന്താണെന്ന് അവർ തന്നെ അറിയില്ലെന്ന് തോന്നുന്നു. എന്താണ് പറയാൻ പോകുന്നത് പോലും അവർക്കറിയില്ല. അത്ര ബോർ, ഇഷ്ടപ്പെട്ടില്ല. അയ്യോ വളരെ ബോറായിപ്പോയി. ഞാൻ 150 രൂപ കൊടുത്തു പോയില്ലെന്നുള്ളതല്ല, ഇരുത്തി ബോറടിപ്പിച്ചല്ലോ എന്നുള്ള. ഇൻ്റർവെൽ ഇറങ്ങാൻ പോയതാ. പിന്നെ AC അല്ലേ, കുറച്ച് ഇരിക്കാമെന്ന് പറഞ്ഞ് കയറിയതാ. കൊള്ളൂല. കുടുംബമായിട്ട് വരാനേ പാടില്ല. വെറും ബോർ, തട്ടിക്കൂട്ട് പോകണം. ഒരു ഭാഷ അറിയാൻ പാടില്ലാത്ത ഒരാൾ വന്ന് ചുമ്മാ ഒന്നും അറിഞ്ഞൂടാത്ത ആൾക്കാരെ പോയി കാണും പോലെയാണ്. എന്നിട്ട് അവർക്കും ഒന്നും മനസ്സിലാവണില്ല, പറയുന്നവർക്കും മനസ്സിലാവണില്ല, കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കും മനസ്സിലാവണില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. ഇത് സംഭവിക്കുന്നതേ അല്ല.